സ്നേഹമുള്ള സഹോദരങ്ങളെ, സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ അള്ളാഹുവിൽ നിന്ന് കനത്ത പരീക്ഷണങ്ങൾ ഇറങ്ങുന്ന ദിവസമാണെന്നും ഒരു വർഷത്തിലെ ഏറ്റവും അപകടം പിടിച്ച ദിവസം സഫർ മാസത്തിലെ ഒടുക്കത്തെ ബുധനാണെന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം കിതാബുകളിൽ ഇത് കാണാൻ കഴിയും. ഉദാഹരണം, മഹാനായ ദൈറബി റഹിമഹുല്ലയുടെ മുജറബാത്തിൽ, അതുപോലെ അബ്ദുൽ ഹമീദുൽ മക്കി എന്നവരുടെ കൻസുൻ നജാഹി വ സുറൂർ തുടങ്ങിയ കിതാബുകളിൽ ഇത് കാണാൻ കഴിയും. അതുകൊണ്ട് വലിയ അളവിൽ ഈ ദിവസം ജാഗ്രത പാലിക്കണമെന്നും അള്ളാഹുവിനോട് ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാനായി ധാരാളം ദുആ ചെയ്ത് റബ്ബിനോട് കെഞ്ചി അടുക്കണമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദിവസം ചെയ്യേണ്ട പ്രത്യേക ദുആകൾ മഹാന്മാർ പല രീതികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അവയിലൊന്ന്, സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ, ആ ദിവസം യാസീൻ ഓതുക. യാസീനിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോൾ 313 തവണ അത് ആവർത്തിക്കുക. ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ളീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതർഫഉനാ ബിഹാ അല ദറജാത്ത് وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صرف عنا شر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ശേഷം ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ആഫിയത്തും സലാമത്തും കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ മഹാനായ അബ്ദുൽ ഹമീദുൽ മക്കിയുടെ കൻസുൻ നജാഹി വ സുറൂർ എന്ന കിതാബിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ദിവസം പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും പ്രത്യേകം ശ്രദ്ധ വേണമെന്നും ധാരാളം ദുആ ചെയ്യണമെന്നും അള്ളാഹുവിലേക്ക് ധാരാളമായി പ്രത്യേകമായി അടുക്കണമെന്നും മഹാന്മാർ പഠിപ്പിച്ചത്. അള്ളാഹു നാഫിഅ ഇൽമ് പ്രദാനം ചെയ്യട്ടെ.